കേരളത്തിലേക്കുള്ള ലഹരി കച്ചവടം നടത്തുന്ന 7 വിദേശികൾ പിടിയിലായിരിക്കുന്നു. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് 3 നൈജീരിയ സ്വദേശികളടക്കം 7 പേർ പിടിയിലായത്. ഇവരിൽ നിന്ന് 1 കോടിയിലേറെ രൂപ വില വരുന്ന ലഹരി വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഇവർക്ക് കേരളവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരുന്നത്? ദിവിഷ്മണി, തീർച്ചയായിട്ടും 2025 ഫെബ്രുവരിയിൽ മലപ്പുറം സ്വദേശിയായിട്ടുള്ള സിറാജ് എന്ന് പറയുന്ന ആളിൽ നിന്നും ഒരു 778 ഗ്രാം MDMA പിടികൂടിയിരുന്നു. ഫെബ്രുവരിയിലാണ് അങ്ങനെ പിടികൂടിയത്. ആ പിടികൂടിയ സിറാജിനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. പോലീസ് അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെയാണ് ഹരിയാനയിൽ ഇതിൻ്റെ രാസലഹരിയുടെ ഉറവിടം അവിടെയാണ് ഇത് മെയ്ക്ക് ചെയ്യുന്നത് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ ഹരിയാന പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ വിശദമായ അന്വേഷണം നടത്തുന്നതും ഹരിയാനയിൽ ഗുരുഗ്രാമിലെത്തി ഈ വിദേശികളടക്കമുള്ള സംഘത്തെ പിടികൂടുന്നത്. അതായത് 3 നൈജീരിയക്കാർ അടങ്ങുന്ന 7 അംഗ സംഘത്തെയാണ് ഇപ്പോൾ ഹരിയാന പോലീസിന്റെ സഹായത്തോടു കൂടി കേരള പോലീസ് അവിടെ പോയി പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവരെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരികയും കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇവർ ഈ കച്ചവടം നടത്തുന്നത് ഡാർക്ക് വെബ് വഴിയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ട്രെയിനുകളിലും മറ്റുമൊക്കെ കേരളത്തിലേക്ക് അമിതമായി ലഹരി എത്തുന്നു, രാസലഹരി എത്തുന്നു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് എത്തിക്കുന്നത് ഡാർക്ക് വെബ് വഴിയാണ് എന്നുള്ളതാണ് ഏറ്റവും പോലീസ് കണ്ടെത്തിയതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്. അവരവിടെ ഗുരുഗ്രാമിലെ ഒരു രഹസ്യ താവളമുണ്ട്. ആ രഹസ്യ താവളത്തിലിരുന്നു കൊണ്ട് ഇത് കുക്ക് ചെയ്യുന്നു, രാസലഹരി കുക്ക് ചെയ്തെടുക്കുന്നു. അത് ഡാർക്ക് വെബ് വഴി കേരളമടക്കമുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ഇവർക്ക് പ്രത്യേകം ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നു. അവിടെ ഇത് ചില്ലറ വിൽപ്പനയായിട്ടും മറ്റുമൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ 100 ഗ്രാം അതുപോലെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയോ 5 ഗ്രാം ഒക്കെ MDMA ഒക്കെ പിടിക്കാറുണ്ട്. അവരെയൊക്കെ പോലീസിന് ചോദ്യം 1 കോടിയിലേറെ രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. നൈജീരിയക്കാരടക്കമുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും ഈ ലഹരി വിൽപ്പന കേസുകളിൽ അന്വേഷണം എത്തുന്നത് പലപ്പോഴും നൈജീരിയൻ സ്വദേശികളിലേക്കാണ്. അവിടെ നിന്നാണ് കൂടുതലായി ലഹരി വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്.